ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിലെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ അർജുനെ കറക്റ്റ് സമയത്തിന് രക്ഷിക്കുന്നുണ്ട് പാർത്ഥസാരഥി. അവിടെ വന്ന ഗുണ്ടകളെയൊക്കെ അടിച്ചോടിച്ചതിന് ശേഷം പാർത്ഥൻ നമ്മുടെ അർജുനെയും പൊക്കിയെടുത്തുകൊണ്ട് നേരെ പോണത് നമ്മുടെ അമ്പാടിയുടെ വീട്ടിലേക്കാട്ടോ. അപ്പൊ അവിടെ എത്തുമ്പോഴേക്കും അർജുന ബോധമൊന്നുമില്ല. അപ്പൊ അർജുനെ കാണുമ്പോഴേക്കും അഞ്ജലിക്കും ആകെ ഷോക്ക് ആവാണ്. അപ്പൊ അഞ്ജലി ചോദിക്കേണ്ട പാർത്ഥസാരഥി, നിങ്ങൾ അയാളല്ലേ പാർത്ഥസാരഥി? അതെ. അയ്യോ, രാജീവിന് എന്ത് പറ്റി? അതെ, എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാ രാജീവോ? അതെ, രാജീവ് എന്റെ ഭർത്താവ്. ഓ, അത് വേറൊന്നുമല്ല, കുറച്ച് ഗുണ്ടകൾ ചേർന്നൊന്ന് ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചു, അത്രേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല പെങ്ങളെ, ചെറിയൊരു ബോധം പോയി, അത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ബെഡിലേക്ക് കിടത്താണ്. അപ്പൊ അർജുൻ ആ സമയത്ത് ബോധമൊന്നുമില്ല കേട്ടോ. അഞ്ജലി അപ്പുറത്തെ ബെഡിലാണ് പോയി ഇരിക്കുന്നത്. കുറെ നേരം കഴിയുമ്പോഴേക്ക് പാർത്ഥസാരഥി അവിടെ നിന്ന് പോകുന്നുണ്ട്. അർജുനാണെങ്കിൽ ബോധമില്ലാതെ അങ്ങനെ തന്നെ കിടന്നുറങ്ങാണ്. അഞ്ജലിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം അമ്പായുടെ വീട്ടിൽ നിന്ന് എങ്ങനെയും പോയാൽ മതി എന്ന് അഞ്ജലിക്കുള്ളൂ. കാരണം അമ്പായുടെ ചേച്ചിക്കാണെങ്കിൽ ഒട്ടും താല്പര്യമില്ലല്ലോ. അമ്പായുടെ ചേച്ചിയാണെങ്കിൽ കുറ്റം പറയുന്നുണ്ട്. ഇവര് കാണുവാണ് അമ്പാടിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഇനിയിപ്പോ ഇവർ വന്ന് നിന്നാൽ ഇനിയും പ്രശ്നം ഉണ്ടാവും, അമ്പായുടെ ജീവൻ ആപത്താകും എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി കുറ്റപ്പെടുത്തുന്നുണ്ട് അഞ്ജലിനെയൊക്കെ. അപ്പൊ അതുകൊണ്ട് അഞ്ജലിക്ക് അവിടെ നിന്ന് എങ്ങനെ പോയാൽ മതി എന്നാണ്. ആ സമയത്താണ് അർജുൻ ഇങ്ങനത്തെ ഒരു അപകടവും കൂടി പറ്റിയിരിക്കുന്നത്. അപ്പൊ അർജുൻ ഇങ്ങനെ വിളിക്കുന്നൊക്കെ ഇട്ട് അഞ്ജലി, രാജീവ് എഴുന്നേക്ക്, രാജീവ് എഴുന്നേക്കെന്ന് പറയുമ്പോഴേക്കും അമ്പാടി പറയണ്ട, അഞ്ജലി ഇപ്പൊ എഴുന്നേപ്പിക്കണ്ട, അവന് ഒട്ടും വയ്യല്ലോ, അവൻ റെസ്റ്റ് എടുക്കട്ടെ. അഞ്ജലി റെസ്റ്റ് എടുത്തോ, നല്ല ക്ഷീണം ഉണ്ടാവുമല്ലോ എന്ന് പറയണം. അങ്ങനെ അഞ്ജലി നന്നായിട്ട് റെസ്റ്റ് ഒക്കെ എടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ചു നേരം കഴിയുമ്പോഴേക്കും അർജുന ബോധം വരുവാണ്. അപ്പൊ അർജുന്റെ മനസ്സിൽ ആ ഗുണ്ടകൾ അർജുനെ മുറിവേൽപ്പിച്ചതും കുളത്തിലേക്ക് തള്ളിയിട്ട ഭാഗം മാത്രമേ അർജുന് ഓർമ്മയുള്ളൂ. അപ്പൊ അർജുൻ നോക്കുമ്പോഴേക്കും അമ്പായുടെ വീട്ടിലാണ് താൻ വന്ന് കിടക്കുന്നത്. ഇതെങ്ങനെ താൻ ഇവിടെ എത്തി? തന്നെ കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞതാണല്ലോ, പിന്നെ താനിങ്ങനെ എവിടെ എത്തി എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അർജുൻ. പെട്ടെന്നാണ് അർജുൻ ഇങ്ങനെ ഇത് എങ്ങനെ ഇവിടെ എത്തിയെന്ന് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അവിടെയൊക്കെ നമ്മുടെ അഞ്ജലി വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, രാജീവ് ഇപ്പൊ ഓക്കെ ആണോ? എടോ, ഞാനെങ്ങനെ ഇവിടെ എത്തിയടോ എന്ന് പറയുമ്പോഴേക്കും അത് വേറെ ആരുമല്ല, നമ്മൾ അന്ന് ഒരു സ്ഥലത്ത് വെച്ച് രക്ഷിച്ചില്ലേ, പത്മേനെ തേങ്ങാപ്പട്ടണത്ത് കൊണ്ടുവന്ന സമയത്ത് കാർത്തികിന്റെ കൂട്ടുകാരന്മാരും പിന്നെ കുറിപ്പയച്ച ഗുണ്ടകളും വന്ന സമയത്ത് അവിടെ ഒരു ജിം ട്രെയിനറായിട്ടുള്ള പാർത്ഥൻ സാരഥി എന്ന് പറഞ്ഞൊരാള്, അയാളാണ് രാജീവിനെ എത്തിച്ചത്. ഓ, അപ്പോ ആ ചേട്ടനെ ഇവിടെ രക്ഷിച്ചേ അല്ലേ? അതെ. എന്താ ശരിക്കും രാജീവ് സംഭവിച്ചത്? എടോ, എനിക്കൊന്നും അറിയില്ല. ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് കുറച്ച് ഗുണ്ടകള് എന്റെ അടുത്തേക്ക് വരുമായിരുന്നു. എന്തോ കൊട്ടേഷൻ തന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ ഗുണ്ടകൾ എന്നെ ഉപദ്രവിച്ചത്. എനിക്ക് നീന്തൽ അറിയില്ലല്ലോ. ആ ഗുണ്ടകൾ എല്ലാരും കൂടി ചേർന്ന് എന്നെ വെള്ളത്തിലേക്ക് തള്ളിയിടുമായിരുന്നു. വെള്ളത്തിലേക്ക് മുങ്ങി താഴുന്ന സമയത്ത് എന്റെ കണ്ണുകളിൽ ഇരുട്ട് കയറുന്നുണ്ടായിരുന്നു, ബോധം നഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. പിന്നീട് എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറയണം. രാജീവ് എന്തായാലും റെസ്റ്റ് എടുക്കുക എന്ന് പറയണ്ട്. അങ്ങനെ അഞ്ജലി അപ്പുറത്തേക്ക് പോവാണ്. അർജുൻ അങ്ങനെ അവിടെ കിടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും തനിക്ക് ആരായിരിക്കും തനിക്ക് കൊട്ടേഷൻ തന്നത്? അവര് പറഞ്ഞത് ഒരു ക്രിമിനൽ ലോയർ ആണ് കൊട്ടേഷൻ തന്നേന്ന് പറയണ്ട. അപ്പോഴും ഹരിയാണെന്ന് ഒരിക്കലും അർജുൻ ആലോചിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അർജുൻ. ശേഷം അർജുന്റെ ഫോണിലേക്ക് നമ്മുടെ അനുപമ വിളിക്കുന്നുണ്ട്. അനുപമക്ക് മനസ്സിലായി അർജുൻ രക്ഷപ്പെട്ടു കേട്ടോ. അപ്പൊ അനുപമ വിളിക്കുന്നുണ്ട്, ഹലോ അർജുൻ ഇപ്പൊ എവിടെയാന്ന് ചോദിക്കുമ്പോ, ഞാൻ ഇവിടെ അടുത്തൊക്കെ തന്നെ ഉണ്ട്. അല്ല, എടുത്തി പറഞ്ഞ സ്ഥലത്ത് ഞാൻ വന്നിരുന്നു. ഞാനവിടെ എത്തിയിരുന്നു. ഞാൻ എത്തിയപ്പോഴേക്കും അവിടെ നിന്നെ കണ്ടില്ല. ഞാൻ എത്തിയപ്പോഴേക്കും ഒരു 15 മിനിറ്റ് ലേറ്റ് ആയിരുന്നു, സോറി അർജുൻ. അത് ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും കുറച്ച് ഗുണ്ടകൾ എന്നെ ആക്രമിച്ചു. ഗുണ്ടകളോ? അതെ, അവര് പറഞ്ഞത് ഒരു ക്രിമിനൽ ലോയർ എനിക്ക് കൊട്ടേഷൻ തന്നു എന്നാണ് പറഞ്ഞത്. ഇത് കേൾക്കുന്ന അനുഭവം മനസ്സിൽ വിചാരിക്കുകയാണ്, ഈശ്വര, ഹരിയാണെന്നെങ്ങാനും പറഞ്ഞു കാണുമായിരിക്കോ എന്നിങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ. അല്ല അർജുൻ, ക്രിമിനൽ ലോയർ എന്ന് പറയുമ്പോഴേക്കും അതെ, ഒരു ക്രിമിനൽ ലോയറാണ് കൊട്ടേഷൻ തന്നു എന്ന് അവർ ആ ഗുണ്ടകൾ എന്നോട് പറഞ്ഞത്. പക്ഷെ ആളുടെ പേര് പറഞ്ഞില്ല അനുപമ. അപ്പൊ അതിൽ കയറി പിടിച്ച് കളിക്കാന്ന് വിചാരിക്കാട്ടോ. ഓ, എങ്കിൽ അർജുൻ ഇനി സംശയിക്കേണ്ടേ വേണ്ട. ഞാൻ പറഞ്ഞില്ലേ അർജുന്റെ അഞ്ജലിയുടെ വിവാഹം കഴിഞ്ഞ കാര്യം ഇവിടെ എല്ലാവരും അറിഞ്ഞു. പ്രത്യേകിച്ച് അർജുന്റെ അച്ഛനെ ഭയങ്കര ദേഷ്യമാണ്. അങ്കിള് പറഞ്ഞത് അർജുനെ കണ്ടു കഴിഞ്ഞാൽ കൊന്നു കളയോന്നാണ്. അപ്പൊ സംശയിക്കേണ്ട അർജുൻ, ഈ കൊട്ടേഷൻ അർജുനെ തന്നത് സ്വന്തം അച്ഛൻ തന്നെയാണ്. സ്വന്തം അച്ഛൻ തന്നെയാണ് മോനെ കൊല്ലാൻ നോക്കിയത്. അച്ഛനോ? അച്ഛൻ? അതെ, അച്ഛൻ തന്നെയാ, അങ്കിള് തന്നെയാ, ഉറപ്പാ, അങ്കിള് തന്നെയാ അർജുനെ കൊല്ലാൻ നോക്കിയത്. കൊട്ടേഷൻ അയച്ചത് അങ്കിള് തന്നെയാ, എനിക്ക് ഉറപ്പാ. അത് കേൾക്കുമ്പോഴേക്കും അർജുനാകെ ഷോക്ക് ആവാട്ടോ. അതായത് അച്ഛനും താനും തമ്മിൽ പല പിണക്കങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിലും ഒരിക്കലും അച്ഛൻ കൊല്ലാൻ നോക്കിയില്ലെന്നൊരു വിശ്വാസം അർജുൻ ഉണ്ടായിരുന്നു. അപ്പൊ അർജുൻ പറയണ, ഓഹോ, അപ്പൊ അച്ഛനാണല്ലേ, എന്റെ വിശ്വാസം അല്ല അച്ഛൻ തെറ്റിച്ചു.
അഞ്ജലിനെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ എന്നെ കൊല്ലാൻ വരെ അച്ഛൻ നോക്കിയല്ലേ. ഉവ് അർജുനെ കൊന്നു കഴിഞ്ഞിട്ട് അഞ്ജലിനെ കൊല്ലാനായിരുന്നു അങ്കിളുടെ തീരുമാനം. ആ എന്തു പറയാം. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയണം അർജുൻ എവിടെയെങ്കിലും അഞ്ജലിനെ കൊണ്ട് രക്ഷപ്പെടാൻ നോക്ക്. ഈ നാട്ടിൽ ഇനി നിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അനുപമ ഫോം വെക്കാട്ടോ. ഫോം വെച്ച് കഴിയുമ്പോഴേക്കും അർജുൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. ഓഹോ, അപ്പൊ തന്റെ അച്ഛൻ തന്നെയാണ് തന്നെ കൊല്ലാൻ വേണ്ടി നോക്കിയതല്ലേ. എങ്കിൽ അച്ഛനിട്ട് ഇനിയിപ്പൊ നേർക്ക് നേരെ അഞ്ജലിനെ അവിടെ വിളിച്ചുകൊണ്ട് വരാം. അതായത് എന്റെ വീടും കൂടിയാ അത്. അച്ഛന്റെ വീടെന്ന് പറയുമ്പോഴേക്കും അത് തന്റെ വീടും കൂടിയല്ലേ. അവിടെ ആരൊക്കെ നിൽക്കണമെന്ന് തനിക്കും ആ തീരുമാനിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തനിക്ക് ആ വീട്ടിൽ നിൽക്കാനുള്ള എല്ലാ അവകാശമുണ്ട്. തന്നെ പോലെ തന്നെ അഞ്ജലിക്കും അവകാശമുണ്ട്. ഞാനും അഞ്ജലിയും കൂടി ആ വീട്ടിലേക്ക് വരുമെന്ന് പേടിച്ചിട്ടല്ലേ അച്ഛൻ തന്നെ കൊല്ലാൻ വേണ്ടി നോക്കിയത്. എങ്കിൽ ഇനിയിപ്പോ രണ്ടും കൽപ്പിച്ച് അഞ്ജലിനെ കൂട്ടിക്കൊണ്ട് ആ വീട്ടിലേക്ക് കയറി പോവുക, അത് തന്നെയാണ് ചെയ്യേണ്ടതെന്ന് അർജുനും വിചാരിക്കാട്ടോ. അങ്ങനെ അർജുൻ അപ്പൊ തന്നെ വേഗം തന്നെ അഞ്ജലിയുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. എടോ താൻ വാ, നമുക്ക് ഇപ്പൊ തന്നെ എന്റെ വീട്ടിലേക്ക് പോകണം. ഇപ്പൊ തന്നെയോ? രാജീവ് ഇപ്പൊ ഓക്കെ ആണോ? കുറച്ചുകൂടി റെസ്റ്റ് എടുത്തിട്ട് വേണമെങ്കിൽ പോവാം. ഒരു റെസ്റ്റും വേണ്ട. ദേ സമയം ഇപ്പൊ തന്നെ ഒരുപാട് രാത്രിയായി, നമുക്ക് ഇപ്പൊ തന്നെ പോകണം. അല്ല രാജീവ് വീട്ടിൽ എന്തിനും പറഞ്ഞായിരുന്നു? ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അവർ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്നാണ് ഞാൻ കേട്ടത്. അതെന്തെങ്കിലും ആവട്ടെ, താൻ ഇപ്പൊ തന്നെ എന്റെ കൂടെ വരണം. നമ്മൾ ഇപ്പൊ തന്നെ പോകുന്നു എന്റെ വീട്ടിലേക്ക്. അവിടെ എന്ത് സംഭവിച്ചാലും ചിലപ്പോൾ തനിക്ക് താങ്ങാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ സംഭവിക്കും. താങ്ങാൻ പറ്റാത്ത ചിലപ്പോൾ സംസാരങ്ങളൊക്കെ ഉണ്ടാവും. താൻ ചിലപ്പോൾ ഷോക്ക് ആവുന്ന പല കാര്യങ്ങളും ഉണ്ടാകും. പക്ഷെ അതൊക്കെ സഹിച്ചും ക്ഷമിച്ചു താൻ എന്റെ കൂടെ നിൽക്കണം. എന്റെ സ്നേഹം മാത്രമേ തന്നെ അവിടെ വില കൊടുക്കാൻ പാടുള്ളൂ. അതത്രേ ഉള്ളൂ രാജു. എന്ന് നമുക്ക് ഇപ്പൊ തന്നെ ഇറങ്ങാം എന്ന് പറയണം. അപ്പൊ അമ്പാടി വരുന്നുണ്ടെടാ, നീ ഇപ്പൊ തന്നെ പോകുവാണോ? അതെ. അല്ല എവിടേക്കാ പോകുന്നത്? ഞാൻ എന്റെ വീട്ടിലേക്ക് അഞ്ജലിനെ കൂട്ടിക്കൊണ്ട്. എടാ അവിടെ പോയാ എന്തായാലും രണ്ടും കൽപ്പിച്ച് അവിടെ പോവാൻ തന്നെ തീരുമാനിച്ചുടാ. കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചു. അതൊക്കെ ഞാൻ നിന്നോട് പറയാം. എന്തായാലും ഇനിയിപ്പോ ഇവിടെ നിന്നൊരു കാര്യമില്ല. ഞാൻ അഞ്ജലിനെ കൂട്ടിക്കൊണ്ട് പോവാ. എടാ ഞാനും കൂടി വരണോ? വേണ്ടടാ. അല്ലെങ്കിൽ തന്നെ നിന്റെ ചേച്ചിക്ക് പേടിയാ നിനക്ക് എന്ത് സംഭവിക്കുമെന്ന്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നീ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നിരിക്കുന്നത്. അതുകൊണ്ട് നീ ഇവിടെ വേണം. പിന്നെ അമ്മയും ചേച്ചി ഒറ്റക്കല്ലേടാ. ഇത് കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറയാണ്. അപ്പൊ അഞ്ജലിയുടെ അടുത്ത് അമ്പാടി പറയുന്നുണ്ട്, അഞ്ജലി എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. എന്തൊക്കെ സംഭവിച്ചാലും അർജുനെ കൈവിടരുത്. രാജുവിനെ കൈവിടരുത്. രാജുവിന്റെ കൂടെ തന്നെ ഉണ്ടാവണം സപ്പോർട്ടായിട്ട്. രാജു മരണം വരെ നിന്നെ പൊന്നുപോലെ നോക്കും എന്നൊക്കെ അമ്പാടി പറയുന്നുണ്ട്. ഞാൻ ഇതൊരു ചേട്ടന്റെ സ്ഥാനത്ത് നിന്ന് പറയാണ്. ശരി അമ്പാടി എന്നൊക്കെ അഞ്ജലി പറഞ്ഞപ്പോഴും അഞ്ജലിക്ക് അറിയില്ല അവിടെ വലിയൊരു കാര്യം നടക്കാൻ പോണെന്ന്. അങ്ങനെ അർജുൻ അഞ്ജലിയുടെ കൈ പിടിച്ചിട്ട് നേരെ ശംഖുചക്രത്തിലേക്ക് പോവാട്ടോ. ശംഖുചക്രം തറവാട് കാണുമ്പോൾ തന്നെ അഞ്ജലി ആകെ ഷോക്കായി പോവാണ്. ഇതെന്താ രാജു നമ്മൾ ഇവിടേക്ക് വന്നേക്കണത്? ഇത് അയാളുടെ വീടല്ലേ, ആ രാഘവനുണ്ണി വക്കീലിന്റെ? അതെ, അത് തന്നെയാ, ഈ വീട് തന്നെയാ എന്റെയും വീട്. താനിങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് പിടിച്ചു വലിച്ച് അഞ്ജലിയെ കൊണ്ടുപോവാണ്. അപ്പൊ ആ സമയത്ത് എല്ലാവരും മുറ്റത്ത് തന്നെ ഉണ്ട് കേട്ടോ. പക്ഷെ അഞ്ജലി പ്രതീക്ഷിച്ച പോലൊന്നും അല്ല, അല്ലെങ്കിൽ അർജുൻ പ്രതീക്ഷിച്ച പോലൊന്നും ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അവർ രണ്ടുപേരെയും കൈനീട്ടി സ്വീകരിക്കുകയാണ് ആ വീട്ടിലെല്ലാവരും. അങ്ങനെ അഞ്ജലിയും അർജുനും കൂടി ആ വീട്ടിലേക്ക് വലതുകാലം വെച്ച് കയറാണ്. അപ്പൊ അർജുൻ ഇങ്ങനെ അച്ഛനോട് ഭയങ്കര ദേഷ്യവും വാശിയാട്ടോ. കാരണം തന്നെ കൊല്ലാൻ നോക്കിയല്ലോ. അത് അച്ഛനോട് നേരിട്ട് ചോദിക്കണ്ടോ? അച്ഛനെ കൊല്ലാൻ വരെ മടിച്ചില്ലല്ലേ? കൊട്ടേഷൻ ടീമിനെ വെച്ചിട്ട് എന്നെ കൊല്ലാൻ നോക്കിയല്ലേ? വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ് അർജുൻ? ഞാൻ നിന്നെ കൊല്ലാൻ നോക്കിയെന്നോ? നിന്റെ ആരാടാ ഈ വിഡ്ഢിത്തം പറഞ്ഞത്? വേറെ ആര്? അച്ഛന്റെ പുഞ്ഞാര മരുമകൾ അനുപമ എന്നിങ്ങനെ പറയണം. അങ്ങനെ അനുപമയെ രാഘവനുണ്ണി തമ്മിൽ തെറ്റാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. പിന്നെ അർജുൻ ഇപ്പോ നമ്മുടെ രാഘവനുണ്ണിയുടെ ശത്രുവിനെ പോലെയാണ് കാണുന്നത്. കാരണം തന്നെ കൊല്ലാൻ നോക്കിയില്ലേ. അതുകൊണ്ട് എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ് നാളത്തെ എപ്പിസോഡിന് വേണ്ടി. പിന്നെ വീക്കെൻഡ് പ്രൊമോക്ക് വേണ്ടി ഓൾറെഡി വീക്കെൻഡ് പ്രൊമോയുടെ റിവ്യൂ ഞാൻ ഇന്നലെ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാട്ടോ. അവിടെ കല്യാണം കഴിഞ്ഞ ഒരു ശംഖുചക്രത്തിലേക്ക് കയറുന്ന ഒരു ഭാഗം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് നാളെ വീക്കെൻഡ് പ്രൊമോയിൽ വരാൻ പോണത്. അപ്പൊ നാളെ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.